ഇത് നമ്മൾ കുറച്ച് 2.5 മാസങ്ങൾക്ക് മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഇടാൻ കുറച്ച് ലേറ്റായി. ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ളത് ഞാൻ ഒരു 30 സെക്കൻഡ്സിന് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ ലേറ്റായി. ഇത് നമ്മൾ കേരള ടു ഹിമാചലിലേക്ക് പോകുന്നൊരു ട്രെയിൻ യാത്രയുടെ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് മംഗള എക്സ്പ്രസ് ആണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ സെക്കൻഡ് AC യിലായിരുന്നു. വലിയ വൃത്തിക്കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം പോകാൻ പറ്റിയൊരു രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമല്ല കുഞ്ഞുങ്ങളെയും കൊണ്ടിങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുന്നത്. സെക്കൻഡ് ടൈമാണ്. കാരണം ഓൾറെഡി ഞാൻ ഡെലിവറി കഴിഞ്ഞത് ഡൽഹിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് 3 മാസമുള്ള സമയത്ത് ഞങ്ങൾ ഓൾറെഡി നാട്ടിലോട്ട് വന്നു. ഇതേപോലെ മംഗളയിൽ തന്നെ ആയിരുന്നു. സെക്കൻഡ് AC യിലും ആയിരുന്നു. ഇവർക്ക് ഏകദേശം കംഫർട്ടാണ്. AC-ൻ്റെ ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ല. രണ്ടുപേരും ഓക്കെ ആയിരുന്നു. ഞങ്ങളും അതേപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് കുറച്ചായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരുടെ സംശയം ടോയ്ലറ്റ് ആയിരിക്കും. ടോയ്ലറ്റ് എങ്ങനെയാണ് വൃത്തി ഉണ്ടാവുമോ? വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കംഫർട്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായി. പിന്നെ ട്രെയിനിൻ്റേതായൊരു ഇപ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന സൗകര്യം എന്താണോ അതേ കിട്ടത്തുള്ളൂ എത്ര എങ്ങനെയായാലും. അപ്പോൾ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡയപ്പറും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഫുഡായാലും എല്ലാം കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാവാത്തതുകൊണ്ട് അധികം പൗഡറാണ് കൊടുക്കൽ. അതും പിന്നെ പഴങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ പഴം അതൊക്കെ കരുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ദിവസത്തെ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെത്തി നമ്മൾ ഇനി ഇവിടുന്ന് ഹിമാചലിലോട്ടേക്ക് പോകണം. അതിന് നമ്മൾ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലോട്ട് പോകും. അങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നൊരു വീഡിയോ ആണ് ഇത്. നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 പേരെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇല്ല, ഒരാളെ മാത്രമാണ് നമ്മൾ ബാഗിലേക്ക് കെയർ ചെയ്തിട്ടുള്ളത്. അപ്പം 2 പേരും ഭയങ്കര കംഫർട്ടാണ് ഇങ്ങനെ ഇരുന്ന് പോകാനൊക്കെ. അതുപോലെ ട്രാവൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതേപോലെ അടങ്ങിയിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബസ്സിൻ്റെ സമയം എന്ന് പറയുന്നത് രാത്രി 7 മണിയാണ്. നമ്മൾ ഡൽഹിയിൽ എത്തുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് ഒരു 5 മണി 5:30 ആയപ്പോഴാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയത്. അപ്പം ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ നേരത്ത് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മൾ കറക്റ്റ് 7 മണിയാവുന്ന സമയത്ത് തന്നെ അവിടെ എത്തിയതും ബസ് ഏകദേശം വന്നു പോകാനുള്ളൊരു സമയം. അങ്ങനെ നമ്മൾ ബസ് കയറി. അങ്ങനെ ബസ്സൊക്കെ നല്ല നീറ്റായിരുന്നു, വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ബസ്സിലും കുഞ്ഞുങ്ങളും ഞങ്ങളും കംഫർട്ടായിരുന്നു. പിന്നെ ബസ് എടുത്തതിന് ശേഷം ബസ് ഒരു 9:30 ആയ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡിനും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മളെ നാട്ടിലെ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, വേറെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടമാണ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് വീണ്ടും ബസ് കയറി. അങ്ങനെ ബസ് കറക്റ്റ് 6:30 എത്തുമെന്നാണ് അവർ ഓൾറെഡി പറഞ്ഞത്. പക്ഷേ ബസ് അരമണിക്കൂർ നേരത്തെ എത്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം കുറച്ചുകൂടി നേരത്തെ എത്തിയല്ലോ എന്നുള്ളൊരിത്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ലൈഫ് തീർന്നില്ലേ, പിന്നെ അതോടെ സ്റ്റോപ്പായില്ലേ എന്നൊക്കെ. എന്നോട് കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും യെസ് പറയും.